Hi all, welcome to iPlus Training Solutions. ഇന്ന് നമുക്ക് സയന്റിഫിക് ഓഫീസറിലെ PYQസിലെ ലാസ്റ്റ് പാർട്ടായിട്ടുള്ള പാർട്ട് 3 നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, NICFS was renamed after the name of Lok Nayak Jayaprakash Narayan in the year. Option A 1976, Option B 1983, Option C 1991 and Option D 2003. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ NICFS എന്താണെന്ന് നോക്കാം. NICFS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതിന്റെ പേര് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിമിനോളജി ആൻഡ് ഫോറൻസിക് സയൻസ് എന്നാണ്. അപ്പോൾ അത് എക്സിസ്റ്റ് ചെയ്തത് 4th January 1972 ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ അറൌണ്ട് ഒരു 41,000 ഓഫീസേഴ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ട്രെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലീസ്, ജുഡീഷ്യറി, പ്രിസൺസ്, അങ്ങനെ ഡിഫറെന്റ് ബ്രാഞ്ചസിൽ. അപ്പോൾ നമുക്കിവിടെ മെയിൻ ആയിട്ട് ഈ റീനെയിം ചെയ്തത് എന്നാണെന്നാണ്. അപ്പോൾ റീനെയിം ചെയ്തത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. എന്താണ് റീനെയിം ചെയ്തത്? ലോക് നായക് ജയപ്രകാശ് നാരായൺ എന്നാണ്. ഏത് ഇയർ ആണ്? 2003. ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അങ്ങനെ ഈ ഫേമസ് ആയിട്ടുള്ള ഫോറൻസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബുക്സ്, ഇതിന്റെ ഒക്കെ ഇയറും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ ആൻസർ 1003 വരും. ക്ലിയർ അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. The appellate jurisdiction of the Supreme Court can be invoked by a certificate granted by the High Court concerned under article. അപ്പോൾ appellate jurisdiction പറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻ. സെക്ഷൻ 125 ആണ് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ 132 subsection 1. തേർഡ് ഓപ്ഷൻ സെക്ഷൻ 133 subsection 1 and ഫോർത്ത് ഓപ്ഷൻ സെക്ഷൻ 134 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് അപ്പലേറ്റ് ജുറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ടിനെ പറ്റിയ പറയുന്നത്. അപ്പൊ സുപ്രീം കോർട്ടിന്റെ പവർ ബേസ് ചെയ്തിട്ട് വരുന്ന സെക്ഷൻസ് ആയിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടാവുക. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അപ്പീൽസ് റിലേറ്റഡ് ടു ദി ഹൈക്കോർട്ട്സ് ആണ്. അപ്പൊ അതിന്റെ അണ്ടറിൽ വരുന്ന സെക്ഷൻസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അതിന്റെ അണ്ടറിൽ വരുന്നത് 3 സെക്ഷൻസ് ആണ്. സെക്ഷൻ 132 subsection 1 സെക്ഷൻ 133 subsection 1 സെക്ഷൻ 134. അപ്പൊ പവേഴ്സ് ഓഫ് ദി സുപ്രീം കോർട്ട് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. അതിലെ കുറച്ച് സെക്ഷൻസ് 132 തൊട്ടുള്ള സെക്ഷൻസ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം, നോക്കി വെക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. കാരണം ഏകദേശം സിമിലർ ആയിരിക്കും ഓപ്ഷൻസ് എല്ലാം തന്നെ. അപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റ് എന്താ പറയുന്നത് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഓറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഹെറോയിൻ ഈസ് 1.5 times more potent than that of morphine. അപ്പൊ നമ്മൾ ഹെറോയിൻ ഓറലി അഡ്മിനിസ്റ്റർ ചെയ്യാന്നുണ്ടെങ്കിൽ അത് മോർഫിനേക്കാളും 1.5 times പോട്ടന്റ് ആണ്, അല്ലെങ്കിൽ 1.5 times സ്ട്രോങ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഓപ്ഷൻ കറക്റ്റ് ആണോ അല്ലേ എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? 6 monoacetyl morphine ഈസ് മോർ പൊട്ടന്റ് അഗണിസ്റ്റ് ദാൻ മോർഫിൻ. മോർഫിനേക്കാളും മോർ പൊട്ടന്റ് ആണ് എന്ത്? മോണോഅസറ്റൈൽ മോർഫിൻ എന്നാണ് പറയുന്നത്. അഗണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ബൈൻഡിങ് കപ്പാസിറ്റി കൂടുതലുള്ളത് അതാണ് അഗണിസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബൈൻഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഏതിനാണ്? മോണോഅസറ്റൈൽ മോർഫിൻ ആണോ കൂടുതൽ പൊട്ടന്റ്? ഇവിടെ പറയുന്നത് മോണോഅസറ്റൈൽ മോർഫിൻ ആണെന്നാണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത്. ഇതിൽ ഏതാണ് കറക്റ്റ്? ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ. സെക്കൻഡ് ഓപ്ഷൻ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഫോൾസ്. പിന്നെ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫോൾസ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരാ? യെസ്, കറക്റ്റ് ആൻസർ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. മോർഫിൻ എന്ന് പറയുന്നതിനേക്കാളും പൊട്ടന്റ് ആണ് ഹെറോയിൻ എന്ന് പറയുന്നത്. ഈ ഹെറോയിനും മോർഫിനും ഒക്കെ എന്താണ്? ഓപ്പിയം ആൽക്കലോയിഡ്സിൽ പെട്ടതാണ്. ഈ ഓരോ ഓപ്പിയം ആൽക്കലോയിഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഓരോന്ന് സിന്തറ്റിക് ആയിട്ടും അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടും എന്ത് ചെയ്യും, ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഈ ഓപ്പിയം ആൽക്കലോയിഡ്സിൽ വരുന്ന കാര്യങ്ങളാണ് ഹീറോയിൻ, കോഡിൻ, മോർഫിൻ. ഇതൊക്കെ അതില് ഹീറോയിൻ എന്ന് പറയുന്നത് മോർഫിനേക്കാളും വളരെ പൊട്ടന്റ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ്. 1.5 തൊട്ട് ഒരു 4 times ഒക്കെ മോർ പൊട്ടന്റ് ആണ് മോർഫിനേക്കാളും. അതുപോലെ തന്നെ മോണോഅസറ്റൈൽ മോർഫിൻ എന്ന് പറയുന്നതും നോർമൽ മോർഫിനേക്കാളും എന്താണ്? മോർ പൊട്ടന്റ് ആണ്. അപ്പൊ അത് രണ്ടുമാണ് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ട്രൂ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് കറക്റ്റ് സീക്വൻസ് ഓഫ് എഫ് നമ്പർ വിത്ത് റെസ്പെക്ട് ടു പാസേജ് ഓഫ് ലൈറ്റ് ത്രൂ ദ ലെൻസ്? അപ്പൊ ഇവിടെ എഫ് നമ്പറിനെ വെച്ചിട്ടാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ എഫ് നമ്പർ എന്ന് പറഞ്ഞാൽ? എഫ് നമ്പറിനെ നമ്മൾ ഫോക്കൽ റേഷ്യോ എന്നാ വിളിക്കാം. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ഡിവൈഡഡ് ബൈ ഡയാമീറ്റർ ഓഫ് ദ അപ്പേർച്ചർ ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എഫ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോക്കൽ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക.
അപ്പൊ ഈ ഫോക്കൽ റേഷ്യോയും അതുപോലെ തന്നെ ലേറ്റിന്റെ എമൗണ്ട്, പാസ് ചെയ്യുന്ന ലേറ്റിന്റെ എമൗണ്ടും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതെന്തായിരിക്കും നമുക്ക് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? കറക്റ്റ് സീക്വൻസ് എഴുതാനാ പറഞ്ഞിരിക്കുന്നത് എഫ് നമ്പർ ബേസ് ചെയ്തിട്ട് ലേറ്റ് പാസ് ചെയ്യുന്നത്. അപ്പൊ നോക്കിയേ, നമുക്ക് ഇവിടെ എഫ് നമ്പറിന്റെ ഒരു ഇൻക്രീസിങ് ഓർഡറിലാണ് ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് അല്ലേ? നോക്കിയേ, ഏറ്റവും കൂടുതൽ ലേറ്റ് പാസ് ചെയ്യുന്നത് എഫ് ബൈ 2.0, പിന്നെ എഫ് ബൈ 2.8, പിന്നെ എഫ് ബൈ 4.0, പിന്നെ എഫ് ബൈ 5.6. അങ്ങനെ എഫ് നമ്പർ ഏറ്റവും കൂടുതൽ വരുന്ന ആ ഒരു കറക്റ്റ് സീക്വൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാവുന്നേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് എഫ് നമ്പർ കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു സീക്വൻസിൽ എഴുതിയാൽ മതി. സംഭവം ഈസി ആണ്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോ ഫസ്റ്റ് എന്താണ്? ഡബിൾ ഡിഫ്യൂഷൻ ഇൻ 1 dimension ആണ്. അതിന്റെ ആൻസർ എന്ത് വരും? ഓക്ലി ഫുൾട്രോപ്പ് മെത്തേഡ് വരും. ഇനി സിംഗിൾ ഡിഫ്യൂഷൻ ഇൻ 2 dimension ആണ്. അതിന്റെ ആൻസർ നമ്മൾ പറഞ്ഞു മാൻസിനി മെത്തേഡ് തന്നെയായിരിക്കും. ഇനി ഡബിൾ ഡിഫ്യൂഷൻ ഇൻ 2 dimension ഏതാണ് ആൻസർ? ഔട്ട്ലർനി മെത്തേഡ് തന്നെയാണ്. അടുത്തത് സിംഗിൾ ഡിഫ്യൂഷൻ ഇൻ 1 dimension, അതിന്റെ ആൻസർ ആണ് ഓഡിൻ മെത്തേഡ്. അപ്പൊ ഈ 4 മെത്തേഡ്സും അതിന്റെ ഡിഫറെന്റ് നെയിംസ് ആണ് ജസ്റ്റ്. അപ്പൊ ആ നെയിംസ് നമ്മൾ പഠിക്കണം, ഇതിന്റെ ഒക്കെ പ്രൊസീജിയർ നമ്മൾ പഠിക്കണം. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 61. Which of the following polymorphic markers shows the least variation between individuals? എന്താണ് ഈ പോളിമോർഫിക് മാർക്കേഴ്സ് എന്ന് പറയുന്നത്? അതൊരു DNA സീക്വൻസസ് ആണ്. നമ്മൾ രണ്ട് എന്താ പറയാ ഇൻഡിവിജ്വൽസ് തമ്മിൽ ഡിഫറൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ അവർ തമ്മിൽ വ്യത്യസ്തമായിട്ട് നമ്മൾ ഇൻഡിവിജ്വലൈസ് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോളിമോർഫിക് മാർക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ പോളിമോർഫിക് മാർക്കേഴ്സ് എല്ലാം പഠിക്കൽ നമുക്ക് പോസിബിൾ അല്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരാന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ആൻസർ നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് അത് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. എന്താണ് അതിന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഇതൊരു പോളിമോർഫിക് ആയിട്ടുള്ള ഷോർട്ട് ടാൻഡം റിപ്പീറ്റ് ആണ് STR. അപ്പോൾ ഇതിന്റെ മെയിൻ ആയിട്ട് ഇത് നമ്മൾ കൂടുതലും ഓരോ ഇൻഡിവിജ്വൽസിലും വളരെ ലീസ്റ്റ് വേരിയേഷൻ കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പോളിമോർഫിക് മാർക്കർ ആണ്. പിന്നെ ഇത് കൂടുതലും ഹ്യൂമൻ ഐഡന്റിഫിക്കേഷൻ, അതുപോലെ തന്നെ പാറ്റേണിറ്റി ടെസ്റ്റ്, ഫോറൻസിക് അനാലിസിസിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് എല്ലാ പോളിമോർഫിക് മാർക്കേഴ്സും നമുക്ക് പഠിക്കാനായിട്ട് പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് PYQs ഏതൊക്കെയാണോ തന്നെ അത് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is a tire mark that occurs from rapid deflation of a tire on the revolving wheel rim? അപ്പൊ റാപ്പിഡ് ഡിഫ്ലേഷൻ കൊണ്ട് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ടയറിന്റെ പെട്ടെന്നുള്ള ഡിഫ്ലേഷൻ കൊണ്ട് ഉണ്ടാവുന്ന മാർക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ടയർ മാർക്ക് ആണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് സ്കിഡ് മാർക്ക്. ഓപ്ഷൻ സി ആക്സിലറേഷൻ മാർക്ക്. ആൻഡ് ഓപ്ഷൻ ഡി യോ മാർക്ക്. ഈ ഓരോ മാർക്ക് എപ്പോഴും ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം. ഫ്ലാറ്റ് ടയർ മാർക്ക് അവിടെ ഇരിക്കട്ടെ, അതാണ് നമ്മുടെ ആൻസർ. ഇനി സ്കിഡ് മാർക്ക് എപ്പോഴും ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്നായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് സ്കിഡ് മാർക്ക് എന്ന് പറയുന്നത്. ആക്സിലറേഷൻ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മാർക്കാണ് ആക്സിലറേഷൻ മാർക്ക് എന്ന് പറയുന്നത്. യോ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേർവ്ഡ് ആയിട്ട് പോകും, അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്യുമ്പോൾ ഒക്കെ ഉണ്ടാവുന്ന മാർക്സ് ആണ് യോ മാർക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏത് ആൻസർ ആണ്? ഫ്ലാറ്റ് ടയർ മാർക്സ് ആണ്. ഫ്ലാറ്റ് ടയർ മാർക്സ് എപ്പോഴും ഉണ്ടാവുന്നത് റാപ്പിഡ് ഡിഫ്ലേഷൻ ഓഫ് എ ടയർ അപ്പൊ ഉണ്ടാവുന്നതാണ് ഫ്ലാറ്റ് ടയർ മാർക്സ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an accused person is not criminally responsible if his unlawful act is the product of mental disease or mental defect. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റിനെ എന്താണ് നമ്മൾ വിളിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഒന്നുകൂടെ നോക്കാം. ഒരു അക്യൂസ്ഡ് പേഴ്സൺ എന്തെങ്കിലും മർഡറോ റേപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്രൈം ചെയ്തിട്ട് അക്യൂസ്ഡ് ആയിട്ടുള്ള ഒരാള്, അയാൾക്ക് മെന്റലി എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഡിസീസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്ട് ഉണ്ടായത് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും ക്രിമിനലി റെസ്പോൺസിബിൾ അല്ലാന്ന് വന്നിട്ടുള്ള ഒരു റൂളാണ്. ആ റൂളിന് എന്താണ് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വരുന്നത് MC നോട്ടൻസ് റൂള്, ഓപ്ഷൻ ബി ദുർഹാംസ് റൂൾ, ഓപ്ഷൻ സി കറൻസ് റൂൾ ആൻഡ് ഓപ്ഷൻ ഡി ഡോക്ട്രിൻ ഓഫ് ഡിമിനിഷ്ഡ് റെസ്പോൺസിബിലിറ്റി. MC നോട്ടൻസ് റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലീഗൽ ടെസ്റ്റ് ആണ്. ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിൽ മെയിൻ ഫോക്കസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൻഡന്റിന് അയാൾ ചെയ്ത നേച്ചർ അല്ലെങ്കിൽ അയാൾ ചെയ്ത ആക്ഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് അതിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് MC നോട്ടൻസ് റൂൾ എന്ന് പറയുന്നത്. ഇനി ദുർഹാംസ് റൂൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുർഹാംസ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്യൂസ്ഡ് ആയിട്ടുള്ള ഒരാള്
അയാൾ എന്ത് ക്ലെയിം ചെയ്താലും അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ക്ലെയിം ചെയ്യുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് അയാൾ മെന്റലി ഡിഫക്റ്റ് ആയിട്ടുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ മെന്റലി ഡിസീസ്ഡ് ആയിട്ടുള്ള ഒരാളായത് കൊണ്ട് ആണെന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അയാൾ ഒരിക്കലും ക്രിമിനലി റെസ്പോൺസിബിൾ ആണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നതാണ് ദുർറംസ് റൂൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് കറൻസ് റൂൾ എന്ന് നോക്കാം. അപ്പോൾ കറൻസ് റൂൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ആക്ട് ചെയ്യുന്ന സമയത്ത് അയാളുടെ ആക്ട് എന്താന്ന് മനസ്സിലാക്കാനോ അതിന്റെ ഡെപ്ത് എന്താന്ന് മനസ്സിലാക്കാനോ ഉള്ള കപ്പാസിറ്റി അയാൾക്ക് ഇല്ല. വല്ല മെന്റൽ ഡിഫക്റ്റോ അല്ലെങ്കിൽ മെന്റൽ ഡിസീസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് അങ്ങനെ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി അയാൾക്ക് ഇല്ലായിട്ടുണ്ട് മീൻസ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ക്രിമിനലി റെസ്പോൺസിബിൾ അല്ല എന്ന് പറയുന്നതാണ് കറൻസ് റൂൾ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എന്താണ് ഡോക്ട്രിൻ ഓഫ് ഡിമിനിഷ്ഡ് റെസ്പോൺസിബിലിറ്റി. ഡോക്ട്രിൻ ഓഫ് ഡിമിനിഷ്ഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ആള് കംപ്ലീറ്റ്ലി എന്താ പറയാ മെന്റലി ഡിസീസ്ഡ് ആണെന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റൂല. ഇമ്പയർ ആയേക്കാം ചിലപ്പോ എന്താണ് ആൽക്കഹോളിക് ആയിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആൽക്കഹോൾ എന്തെങ്കിലും കഴിച്ചുകൊണ്ടോ ഉണ്ടാവുന്ന മെന്റൽ ഇന്നബിലിറ്റി ഒക്കെ ഡിഫൈൻ ചെയ്യുന്നതാണ് ഡോക്ട്രിൻ ഓഫ് ഡിമിനിഷ്ഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ 5 ഓപ്ഷൻസ് ഇത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഓരോ റൂൾസ് ഓരോ ക്ലാസ്സിലായിട്ട് എടുക്കേണ്ടി വരും. അത്യാവശ്യം നല്ലൊരു വൈഡ് ടോപ്പിക് ആണ്. പിന്നെ ഈ MC നോട്ടൻസ് റൂൾ ഒക്കെ എങ്ങനെയാ വന്നത് ഏത് കേസ് ബേസ് ചെയ്തിട്ടാന്നൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് ജസ്റ്റ് എന്താന്നൊരു ഓവറോൾ പറഞ്ഞു പോവാം. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ദുർറംസ് റൂൾ. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ എക്സാമ്പിൾസ് ഓഫ് ഫിസിയോളജിക്കൽ ബയോമെട്രിക്. ബയോമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താ ഓരോരുത്തർക്കും യൂണിക് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അതിൽ ഈ ഫിസിയോളജിക്കൽ ബയോമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിക് ആയിട്ടുള്ള ഫിസിക്കൽ ക്യാരക്ടേഴ്സ് ആണ്. നമുക്കത് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിന്റ്, ഫേഷ്യൽ ഫീച്ചേഴ്സ്, ഐറിസ് പാറ്റേൺ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അത് ഓൾട്ടർ ചെയ്യാനൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ അതിനാണ് നമ്മൾ ഫിസിയോളജിക്കൽ ബയോമെട്രിക് എന്ന് പറയുന്നത്. അപ്പൊ അതില് ഓപ്ഷൻസ് ഏതൊക്കെയാന്ന് നോക്കാം. ഓപ്ഷൻസ് ഫസ്റ്റ് ഓപ്ഷൻ എന്താണ് റെറ്റിന, സെക്കൻഡ് ഓപ്ഷൻ എന്താണ് തെർമോഗ്രാം, തേർഡ് ഓപ്ഷൻ എന്താണ് കീസ്ട്രോക്ക് ഡൈനാമിക്സ്. അപ്പൊ ഇതിൽ ഏത് വരും ആൻസർ എന്ന് പറയുന്നത്? കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം റെറ്റിന എന്ന് പറയുന്നത് എന്തായാലും ഫിസിയോളജിക്കൽ ബയോമെട്രിക് ആണ്. പിന്നെ തെർമോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ടെമ്പറേച്ചറിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതും നമുക്ക് എന്ത് പറയാം ഫിസിയോളജിക്കൽ ബയോമെട്രിക് തന്നെയാണ്. പെട്ടെന്ന് ഒരാൾക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റുന്നതല്ല. അത് യൂണീക്ക് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ക്യാരക്ടർ ആണ്. ഇനി കീസ്ട്രോക്ക് ഡൈനാമിക്സോ. കീസ്ട്രോക്ക് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പീഡ് കീബോർഡിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സ്പീഡാണ്. അതെന്താണ് അതൊരു ബിഹേവിയറൽ ബയോമെട്രിക് ആണ് അല്ലെ. അപ്പോൾ ഇതിനകത്ത് ഏതായിരിക്കും ഓപ്ഷൻ ആൻസർ ഏതായിരിക്കും വരിക? 1 and 3 only ആണോ 1, 2 and 3 ആണോ 2 and 3 only ആണോ 1 and 2 only ആണോ വരിക? അതെ 1 and 2 only എന്ന് പറഞ്ഞാൽ നമ്മുടെ റെറ്റിനയും തെർമോഗ്രാമും മാത്രമാണ്. അപ്പൊ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ് ഫിസിയോളജിക്കൽ ബയോമെട്രിക്, എന്താണ് ബിഹേവിയറൽ ബയോമെട്രിക്, അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ലാസ്റ്റ് വൺ. Which of the following are useful to determine the location of a given mobile device? ഒരു മൊബൈൽ ഡിവൈസ് അത് എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഒരു മൊബൈൽ ഡിവൈസിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഇതിലിപ്പോൾ നമുക്ക് തന്നേക്കുന്നതിൽ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ടൈം ഡിഫറൻസ് ഓഫ് അറൈവൽ, ടൈം ഓഫ് അറൈവൽ, എൻഹാൻസ്ഡ് ഒബ്സർവ്ഡ് ടൈം ഡിഫറൻസ്. നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ 3 ഓപ്ഷൻസും എന്താണ് നമുക്ക് ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അറൈവൽ ടൈം ഡിഫറൻസും ടൈം ഓഫ് അറൈവലും അതുപോലെ തന്നെ അതിന്റെ ഒബ്സർവ്ഡ് ആയിട്ടുള്ള ടൈം ഡിഫറൻസും ഇതൊക്കെ ടൈം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ എന്തായിരിക്കും ഏതായിരിക്കും നമുക്ക് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാം? ഓപ്ഷൻ നമ്പർ എ 1, 2 and 3 ആയിരിക്കും. അപ്പൊ നമ്മൾ പല ടോപ്പിക്സും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഫോറൻസിക് കെമിസ്ട്രി ആയാലും അതുപോലെ തന്നെ സൈബർ ആയാലും എല്ലാം നമ്മൾ ഈ PYQs കവർ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക PYQs ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ കൂട്ടിയിട്ട് പഠിക്കുക. താങ്ക് യു.